ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ദിവസത്തെ വ്ളോഗുകളൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള വ്ളോഗാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരണാട്ടിയുമ്പോൾ കുറച്ച് ദിവസത്തെ വ്ളോഗൊക്കെ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ എണിച്ച് നോക്കുമ്പോൾ നല്ല മഴയുള്ള ദിവസം, നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയൊക്കെ കണ്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് അങ്ങനെ ആസ്വദിച്ചതിന് ശേഷം ഉമ്മ നല്ല ചൂട് ദോശയും ബീഫ് കറി കേട്ടോ. എനിക്ക് ദോശയുടെയും ബീഫ് കറിയുടെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിങ്ങനെ വെജിനെ കാട്ടിയും ഈ സാമ്പാറിനായിട്ടൊക്കെ ബീഫ് കറി, ചിക്കൻ കറി, അതുപോലെ ചമ്മന്തി അല്ലെങ്കിൽ ചട്നിയൊക്കെ മതി. സാമ്പാർക്ക് വല്ലാണ്ട് സാമ്പാർ പൊതുവേ ഇഷ്ടമല്ല, ദോശയെക്കാളും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഞാൻ ദോശയും ബീഫ് കറിയൊക്കെ ആയിട്ട് ആസ്വദിച്ച് തിന്നേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നരിവേട്ട കണ്ടിട്ട് കുറച്ചാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കി കാണട്ടെ വിചാരിച്ചിട്ട് അതിരിക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യം ഒരു വീട്ടിലേക്ക് വന്നതിൽ കുറേ മൂവീസ് ഇരുന്ന് കണ്ടിട്ടാണ്. കാരണം വരണായിട്ടുമ്പോൾ കുറേ മൂവീസ് കണ്ട് തീർക്കാൻ വിചാരിച്ചിട്ട് കുറേ പെൻഡിങ് മൂവീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ട് ഇവിടെ പിന്നെ ഐബോന് ഇവരൊക്കെ നോക്കാനുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് ആസ്വദിച്ച് ഇത് മൂവി കാണാമല്ലോ. പിന്നെ അതിന് ശേഷം ഞാൻ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചത്, രണ്ട് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചത് മുടി എന്തെങ്കിലും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ മുടി ബോക്ടോസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കെയർ നടത്താൻ വേണ്ടിയിട്ട് ഇത് ലോറിയലിൻ്റെ എക്സ്റ്റെൻസൊക്കെ ആയിരുന്നു എന്നൊരു ഷാമ്പു, പിന്നെ ഒരു മാസ്കും ഉണ്ട്. ഇത് രണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാരൻ ഫ്രീയും സൾഫേ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് ആരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ വീഡിയോയിൽ പറയട്ടെ. അപ്പം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെയാണ് മുടി കഴുകാൻ പാടുള്ളൂ. അതും കഴുകി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഷാമ്പൊക്കെ യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ സിറം ഇട്ടിട്ട് ആ നനവോടൊക്കെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ റാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനത്തെ ഹെയർ സംഭവങ്ങളൊക്കെ കൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ മുടി അത് സെറ്റാവില്ല. ഷാമ്പു ഇത് ആഴ്ചയിൽ 2 വട്ടം ഇടുക. അങ്ങനെ പിന്നെ എല്ലാ ചൂടുവെള്ളത്തോട് കുളിക്കാൻ പാടില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട മുടി നല്ല സ്മൂത്ത്, നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ട് സ്റ്റൈലായിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇപ്പോൾ സൺഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ പാപ്പന്മാരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും പോകാറായിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഹൈലൈറ്റ് മാള് പോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിക്കണം. എവിടെ മൈലൈറ്റ് മാളല്ല, ഹൈലൈറ്റ് മാൾ. എന്ത് മാള്? എവിടെ എത്തി? ആരൊക്കെ ഉണ്ട്? അപ്പോൾ അവിടെ എത്തി ഇങ്ങനെ എല്ലാവരും കൂടി 2-3 കാറിലായിട്ട് പോയി. പിന്നെ എത്തിയ പിന്നെ ഫുഡിങ് ആണല്ലോ മെയിൻ. വേഗം പോയിട്ട് ഇങ്ങനെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ഒരു 2-3 മണിയാകുമ്പോൾ ഇറങ്ങിയത്. അപ്പോൾ വേണമെങ്കിൽ ചായയും കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളവിടെ എല്ലാവർക്കും കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും, പിന്നെ ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് അറിയാമല്ലോ, മാളിലൊക്കെ വന്ന ഫോട്ടോസ് എടുക്കലും വിൻഡോ ഷോപ്പിങ്ങൊക്കെ ആയിട്ട് കഴിഞ്ഞ് പിന്നെ രാത്രി നല്ല ചിക്കിങ്ങും പിസ്സൊക്കെ മേടിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഔട്ടിങ് പോയിട്ടില്ല, കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ടേ. അപ്പം അങ്ങനെ ഔട്ടിങ് പോയച്ചാൽ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ വേറൊരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത വ്ളോഗ് കേട്ടോ. ഞങ്ങളവിടെ ഒരു ദിവസം വിരുന്ന് പോലെ ഉണ്ടെന്ന് പാപ്പാടെ അവിടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കുട്ടികൾ മാത്രമായിട്ട് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പ്രാവശ്യം കസിൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവന് കുറേ ഫലൂട് വിളിച്ചാൽ അത് വിളിച്ചാൽ അവന് പിന്നാലെ നമ്മളിങ്ങനെ നടക്കണം ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവിൽ മിൽക്കിൻ്റെ ഒരു ഷോറൂം ഇവിടെ ഉണ്ട് ഗുരുവായൂർ, നമ്മളെ സോന ബേക്കറിൻ്റെ അപ്പുറത്ത് കേട്ടോ. അധികം ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ അവിൽ മിൽക്ക് മാത്രമല്ല കേട്ടോ, എല്ലാത്തരം സംഭവങ്ങളുണ്ട്. ലോഡ് ഫ്രൈസ്, കുറേ ഷേക്കുകൾ, ബ്രൗണീസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും ഇച്ചുനിയും കൂടിയിട്ട് വന്നേക്കെ ഇതിലും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ എൻ്റെ അനിയന്
നാജി ഇവിടെ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ വന്നു കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് അമ്മേനെ കൊണ്ടാക്കേണ്ടി വന്ന് അങ്ങനെ കയറിയതാണ് കേട്ടോ. പിക്ക് വരനാട്ടി മുമ്പ് ലോഡ് ഓഫ് ഫ്രൈസ് തിന്നണമെന്നുണ്ടായിരുന്നു വേറെ ദിവസം പോയിട്ട്. അപ്പോൾ പിന്നെ അതും കൂടി അവിടെ അങ്ങോട്ട് അവസാനിച്ചു. ഞാൻ ലോഡ് ഓഫ് ഫ്രൈസും മൊജിറ്റോ പറഞ്ഞ് നീയും ബ്രൗണി പിന്നെ ഇവരൊക്കെ ഷേക്കും അങ്ങനത്തെ എനിക്കങ്ങനെ ഷേക്കും കാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ഇല്ല താല്പര്യമില്ല കേട്ടോ, ഷേക്ക് ഞാൻ അങ്ങനെ കുടിക്കില്ല. ഐസ്ക്രീമും ഇങ്ങനത്തെ സംഭവങ്ങൾ വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ലോഡ് ഓഫ് ഫ്രൈസ് അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്ന് നിർവൃതി അടഞ്ഞു വരണം കാട്ടി മുമ്പ്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഒരു അൻസാറി പഠിച്ച എൻ്റെ കൂടെയുള്ള, അപ്പോൾ അവളെ കല്യാണത്തിന് പോയിട്ടോ. അപ്പോൾ മെയിനായിട്ട് അവളെ കല്യാണത്തിന് ആരും ഉണ്ടാവില്ല എന്നറിയിരുന്നാലും ദിലിനുണ്ട് എൻ്റെ ഫ്രണ്ടായിട്ട്. അവൾ അൻസാർ മുതൽ ഇപ്പോൾ വരെ കണ്ടിന്യൂസ്ലി അങ്ങനെ കോണ്ടാക്റ്റുള്ള ചിലവരുള്ള ഫ്രണ്ടായിട്ട് ദിലിന. അപ്പോൾ അവൾ ഗൾഫിലാണ് പെർമനൻ്റ് ആയിട്ട് ഉദാഹരണത്തിന്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും 1 ഇയറിൽ വരിക. അപ്പോൾ ഓരോ ഇയറിൽ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ വെഡിങ്ങിന് പോയപ്പോൾ ജാസ്മി ഒന്നും ഉണ്ടായിരുന്നില്ല, അവൾക്കൊന്നും കൂടാൻ പറ്റിയില്ല. അപ്പോൾ കുറേ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കുറേ കാലം അയക്കണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറേ കുട്ടികളായി എന്നിട്ട് കല്യാണം അയക്കണം കേട്ടോ. അപ്പോൾ ജോലി ചെയ്തിരുന്നു കേട്ടോ, അതാണ് ലേറ്റായത്. അപ്പോൾ അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി അവൾ നല്ല രസമുണ്ടായിരുന്നു, ഒരുങ്ങിയിട്ട് നല്ല സെറ്റപ്പ്. കുറേ ആയിട്ട് കണ്ടിരുന്നു അവളെ. പിന്നെ അതുപോലെ ഞങ്ങൾ +2 പഠിച്ചിരുന്ന മിസ്സിനെ കണ്ട്. അങ്ങനെയൊക്കെ കല്യാണത്തിൽ പോയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ പറ്റി, മെമ്മറിയൊക്കെ പുതുക്കാൻ പറ്റിയിട്ടാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളിതുപോലെ എപ്പോഴേലും എല്ലാവരും മീറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കും, പക്ഷെ മീറ്റ് ചെയ്യലൊന്നും ഒരിക്കലും നടക്കാറില്ല. അപ്പോൾ ഇത് പോയപ്പോൾ 2-3 ആൾക്കാർ മിസ്സിനൊക്കെ അങ്ങനെ കാണാൻ പറ്റി. ഇതാണ് സൽമാൻ. എന്തൊക്കെയാണ് സൽമാൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സൽമ ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിരുന്നിട്ട് ഞാൻ +1 +2 മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദിലിനൊരൊക്കെ കോളേജിലും ഉണ്ടായിരുന്നു. അപ്പോൾ ദിലിനോടൊക്കെ കോളേജിലത്തെയും ഗ്യാങ്ങാണ് അവൾ. അപ്പോൾ ഞാൻ പിന്നെ കുറേ അയാൾ കണ്ടിട്ടോ. അപ്പോൾ ഒരു മാറ്റമില്ല പറയാം. അവൾക്ക് 2 കുട്ടികൾ, എന്നിട്ട് ഭാവത്തിലൊരു മാറ്റമൊന്നുമില്ല. സംസാരമൊക്കെ ചിലവരുണ്ടാവില്ല അങ്ങനെ ഒരു മാറ്റമില്ലാത്ത ആൾക്കാർ. അത് നല്ലൊരു ഗുണമായിട്ട്, കാരണം നമ്മൾ ഇത്ര കാലമായിട്ടൊരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കല്യാണത്തിന് പോന്നിട്ടാ. ഗൾഫിലേക്ക് പോവാണ്. ഫ്രഞ്ച് ടോസ്റ്റ് അല്ല, ഫ്രഞ്ച് ടോസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു. യു നോ ദി ബ്രിട്ടീഷ്. ഐ ഡോണ്ട് നോ ബ്രിട്ടീഷ്. യു ആർ ബ്രിട്ടീഷ്. ഇത് പിന്നെ ഞാൻ പോരുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പാട്ടോ. ഇത് ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ അനിയൻ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവന് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവൻ ഇങ്ങനെ ജസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കിക്കാവ് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് വരും, ഇവർ മുമ്പ് വന്നിട്ട് പറയണ്ടിട്ടാ അങ്ങോട്ട് വന്നാട്ടോ. അപ്പോൾ ഇതെന്താ പറയുക, ശരിക്കും ഭയങ്കര സ്പെഷ്യൽ മൂമെൻറ്റ്. നമ്മളനിയും വലുതായിട്ട് അവന് ഇത്രയും ഇതായിട്ട് ഒരു സാലറി ഒക്കെ കിട്ടി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ മൂമെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ പാപ്പ 2 ആളും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നിട്ടാ. പാപ്പയുടെ ക്ലിപ്പിങ് ഞാൻ അങ്ങനെ എടുത്താട്ടാ. പാപ്പ എൻ്റെ കൂടെ തന്നെ പോവട്ടെ, ഒരുമിച്ച് ഞങ്ങൾ പോകണം ഒരു ദിവസം. അവനിൻ്റെ കസിൻ്റെ കുട്ടിയുടെ ദിലുവിൻ്റെ ഞങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ ആയിരുന്നു ഇവരും. അത്ര ഡിഫറൻസുകൾ പറയേണ്ടിയിട്ട് അവനെ കണ്ട അപ്പം വെക്കണം, അവനയച്ചെങ്കിൽ ചാടാൻ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടെന്നില്ല, പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നിറഞ്ഞെന്ന് പറഞ്ഞത്. ഞങ്ങൾ വലിയ അവൾക്ക് പാട്ടൊക്കെ ചെന്നേക്കണേ 10-12 ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അല്ല കണ്ട കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇതാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് വൺ ഓഫ് ദ റിയലി സ്പെഷ്യൽ മൂമെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്തില്ലെങ്കിൽ നമുക്കത് മിസ്സാവുമല്ലോ. കാരണം പിന്നീട് നമുക്കിതൊക്കെ ക്യാപ്ചർ ചെയ്തൊന്ന് ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അന്ന് ചിലവ് ചെയ്തല്ലേ എന്നൊക്കെ കാണിച്ചു കൊടുക്കാനായാലും എന്തായാലും ഒരു സ്പെഷ്യൽ മൂമെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ ഷവായി ആദ്യം ഓർഡർ ചെയ്തിട്ടോ. ഷവായി ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഐബും ഷവായി വേണം വേണ്ടിയിട്ട് പിച്ചു കൊടുത്ത് കുറച്ചൊക്കെ തിന്ന്. പിന്നെ മൂപ്പരാൾ ഇങ്ങനെ കിടങ്ങാതുകൊണ്ട് മൂപ്പരാൾക്ക് എരിവ് ഇപ്പോൾ പറ്റാണ്ട് അയക്കണ്. ഞങ്ങൾക്ക് എരിവൊക്കെ കൊടുത്ത് പഠിപ്പിക്കണം, കുറച്ച് വലുതായി തുടങ്ങിയില്ല, ഞാൻ എരിവൊക്കെ ഇതാക്കണം. അപ്പോൾ അങ്ങനെ ഷവായി ഓരോരുത്തർക്ക് ഷവായും. പിന്നെ അവിടുത്തെ ബ്രോസ്റ്റ് അത്ര ഫേമസ്. അവിടെ കുഞ്ഞു ചെറിയ ബ്രോസ്റ്റ് കഷ്ണങ്ങളാട്ടോ. ഞാൻ ഇതൊരു കഴിച്ചില്ല, പക്ഷെ അത് ഫേമസാണ് പറഞ്ഞിട്ട് അതും ഓർഡർ ചെയ്തിട്ടാണ്. ബ്രോസ്റ്റാണ് പിന്നെ ഷവായ ഇട്ട് ഞാൻ ബ്രോസ്റ്റേക്ക് പോയി. അപ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ നമുക്കെല്ലാവർക്കും ബ്രോസ്റ്റാണല്ലോ പ്രിയകരമാവുക. ഐബൂന് അങ്ങനെ ഉണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോയി. അതൊക്കെ ഞാൻ എടുത്തു, നല്ല രസം കാണാൻ. കണ്ട തിരിയൂല തന്നെ. ഹായ്
അപ്പോൾ ഇത് ഞാൻ ഗൾഫിലേക്ക് പോരണാട്ടി മുമ്പ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോന്നുണ്ടായത് ഞാൻ ജസ്റ്റ് എല്ലാം കൂടിയിട്ട് എടുത്തിട്ട് ഒരു വ്ളോഗാക്കിയതാട്ടോ. അപ്പോൾ ഇനി ഞാൻ ഗൾഫിലേക്ക് തന്നെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗുകൾക്കായിട്ട് കാണാം. അപ്പോൾ ഇനി ഗൾഫ് വ്ളോഗും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.